ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്. അമല മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടർ പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ CMI അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ്. വിട പറഞ്ഞത് ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിലയേറിയ സംഭാവനകൾ നൽകിയ കർമ്മയോഗി. ജനരോഷമുയർന്നപ്പോൾ സർവീസ് ചാർജ് ഈടാക്കാനുള്ള തീരുമാനം SBI ഭാഗികമായി പിൻവലിച്ചു. 5 ATM സേവനങ്ങൾക്ക് മാത്രം സൗജന്യം നിലനിർത്തി. മറ്റിടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കും. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ പാസ്റ്റർ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി കണ്ടെത്തി. പ്രതിക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ജീവന് ഭീഷണിയായി. അമിതവേഗം നിയന്ത്രിക്കാൻ പോലീസ് കർശന പരിശോധന തുടങ്ങി. സാഹിത്യത്തിന് പണ്ടുണ്ടായിരുന്ന പ്രാധാന്യം ഇന്ന് ലഭിക്കുന്നില്ലെന്ന് പ്രൊഫസർ MK സാനു. ധർമ്മക്ഷയം മൂലം മനുഷ്യൻ മൃഗമായി മാറാൻ തുടങ്ങിയെന്നും MK സാനു. ചെറുതുരുത്തിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പുതുക്കാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ടെമ്പോ ഇടിച്ച് വയോധികൻ മരിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അമല മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറും ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുല്യ സംഭാവനകളും നൽകിയ പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ CMI അന്തരിച്ചു. 103 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6:30 അന്ത്യം. പ്രായാധിക്യം മൂലമുള്ള അവശതയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമല മെഡിക്കൽ കോളേജിലെ വൈദിക മന്ദിരത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ഫാദർ ഗബ്രിയേൽ. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ചാപ്പലിൽ നടക്കും. ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ മുതൽ അമല മെഡിക്കൽ കോളേജ് ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശനിയാഴ്ച രാവിലെ സംസ്കാര ശുശ്രൂഷകൾക്കായി ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. 2007 മാർച്ച് 23 രാഷ്ട്രം ഫാദർ ഗബ്രിയേലിനെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. മണലൂർ ചിറമേൽ അന്തോണിപ്പാവുന്റെയും അരനാട്ടുകര തറയിൽ കുഞ്ഞിലയുടെയും മകനായി 1914 ഡിസംബർ 11 ജനനം. ഗബ്രിയേലിന് 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അപ്പൻ പുനർവിവാഹം ചെയ്തു. കണ്ടശാങ്കടവ് സർക്കാർ സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം അമ്പഴക്കാട്ടെ സന്യാസ ഭവനത്തിൽ വൈദിക പഠനത്തിനായി ചേർന്നു. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ തിരുഹൃദയ പഠനഗൃഹത്തിലെത്തി ദൈവശാസ്ത്രം പഠിച്ചു. 1942 മെയ് 30 ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന മോൺസിഞ്ഞോർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. 28ാം വയസ്സിലായിരുന്നു വൈദിക പട്ട സ്വീകരണം. 1944 ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്നു. പിന്നീട് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ BSc സുവോളജിക്ക് ചേർന്നു. തുടർന്ന് തേവര കോളേജിന്റെ ബയോളജി വകുപ്പ് മേധാവിയായി ഫാദർ ഗബ്രിയേൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 35ാം വയസ്സിൽ തേവരയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലെത്തിയ അച്ഛൻ ക്രൈസ്റ്റ് കോളേജിന് രൂപം നൽകി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജായി UGC 1968 ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനെ തിരഞ്ഞെടുത്തു. ഇരിങ്ങാലക്കുട കോളേജിൽ നിന്ന് വിരമിച്ച ശേഷമാണ് 1975 തൃശൂരിൽ അമല ക്യാൻസർ ആശുപത്രിക്ക് രൂപം നൽകിയത്. 2013 ഡിസംബർ 11 ഫാദർ ഗബ്രിയേലിന്റെ 100ാം പിറന്നാൾ. അമല ആശുപത്രിയിൽ വിപുലമായ ചടങ്ങുകളോടെ 100ാം പിറന്നാൾ ആഘോഷിച്ചിരുന്നു. ഫാദർ ഗബ്രിയേലിന്റെ നിര്യാണത്തിലൂടെ ക്രൈസ്തവ മൂല്യങ്ങളും സാമൂഹ്യ സേവന സന്നദ്ധതയും ഒരുപോലെ ഒത്തുചേർന്ന വ്യക്തിത്വത്തെയാണ് സഭയ്ക്കും സമൂഹത്തിനും നഷ്ടമാകുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കാലത്തിന് മുൻപേ പ്രയാണം ചെയ്ത് ചരിത്രത്തിലിടം നേടിയ കർമ്മയോഗിയായിരുന്നു ഫാദർ ഗബ്രിയേൽ ചിറമേൽ. ഒരു മനുഷ്യായുസ്സുകൊണ്ട് അവിശ്വസനീയമായ നേട്ടങ്ങളാണ് ഈ ധീഷണാശാലിയായ വൈദികൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടത്. ഗാന്ധിജിയെക്കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഇവിടെ ഇങ്ങനെയൊരാൾ മജ്ജയും മാംസവുമായി ജീവിച്ചിരുന്നുവെന്ന് പുതുതലമുറ വിശ്വസിച്ചെന്നു വരില്ലെന്ന വാക്കുകൾ ഫാദർ ഗബ്രിയേലിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചാൽ ഒട്ടും അതിശയോക്തിയുണ്ടാകില്ല. സെഞ്ചുറി പിന്നിട്ട ജീവിതം കൊണ്ട് ഈ വൈദികൻ കുറിച്ചിട്ട നേട്ടങ്ങളുടെയും സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെയും പട്ടിക അത്രയ്ക്ക് വലുതാണ്. ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും മാത്രം മൂലധനമാക്കിക്കൊണ്ട് തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങൾ മാത്രം മതി ചിട്ടയാർന്ന ആ ജീവിതം പകർന്നു നൽകിയ സംഭാവനകളെ വിലയിരുത്താൻ. മൊട്ടക്കുന്നായി കിടന്നിരുന്ന ഇടത്തെ അമല ക്യാൻസർ സെന്ററും മെഡിക്കൽ കോളേജുമാക്കി തീർത്ത ജാലവിദ്യ ഫാദർ ഗബ്രിയേലിന് മാത്രം സ്വന്തം. ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ ലീഡർ K. കരുണാകരനോട് തുലനം ചെയ്യപ്പെട്ട വ്യക്തിത്വം.
ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ്, ചാലക്കുടി കാർമൽ സ്കൂൾ, ഇരിങ്ങാലക്കുട കാത്തലിക് സെന്റർ, ദീപ്തി കൾച്ചറൽ സെന്റർ, സ്നേഹഭവൻ, തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ്, പാലക്കാടുള്ള ഭാരതമാതാ സ്കൂൾ എന്നിങ്ങനെ ഗബ്രിയേൽ അച്ഛൻ തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങൾ ഏറെയാണ്. സുവോളജി പ്രൊഫസറായിരുന്ന കാലത്ത് ഗബ്രിയേൽ അച്ഛന്റെ കണ്ടുപിടുത്തം അദ്ദേഹത്തിന് മറ്റൊരു നേട്ടം കൂടി സമ്മാനിച്ചിട്ടുണ്ട്. കപ്പലുകളുടെ മരപ്രതലത്തിൽ ദ്വാരമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ബാങ്കിയ ഗബ്രിയേലി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നതിന് കാരണമായത് ഫാദർ ഗബ്രിയേൽ ആയിരുന്നു. സുവോളജി അധ്യാപകനായതിനാൽ തന്നെ ക്രൈസ്റ്റിലും അമലയിലുമെല്ലാം വിശാലമായ പൂന്തോട്ടത്തിനൊപ്പം ചെറിയ സുവോളജിക്കൽ പാർക്കും ഗബ്രിയേൽ അച്ഛൻ ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്ടർ TR ശങ്കുണി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയും കർമ്മയോഗി എന്ന പേരിൽ പുസ്തകവും പുറത്തിറങ്ങിയിട്ടുണ്ട്. വിശ്രമ ജീവിതത്തിനിടയിലും ചിട്ടയാർന്ന ജീവിതചര്യയുമായി അമല ആശുപത്രി വളപ്പിൽ സജീവമായിരുന്നു ഗബ്രിയേൽ അച്ഛൻ. ഇതിനിടയിൽ അളക്കാനാവാത്ത സംഭാവനകളുടെ രാജശില്പിയെ തേടി പത്മഭൂഷൺ ബഹുമതിയെത്തി. ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഫാദർ ഗബ്രിയേൽ കൊളുത്തിയ കൈത്തിരി സമൂഹത്തിനു മുന്നിൽ നിറശോഭ പകരുമ്പോൾ ഇതിഹാസതുല്യമായ ഒരു ജീവിതത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി മാറുകയാണ് അദ്ദേഹം ജന്മം നൽകിയ സ്ഥാപനങ്ങളും തിരുശേഷിപ്പ് കണക്കെയുള്ള കുറെ നല്ല ഓർമ്മകളും. ന്യൂസ് ഡെസ്ക് TCV. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ഏറ്റെടുത്ത പദ്ധതികൾ വിജയത്തിലെത്തിച്ച കർമ്മയോഗിയാണ് ഫാദർ ഗബ്രിയേൽ. സ്വപ്നം കാണുക മാത്രമല്ല, കണ്ണടച്ചു തുറക്കുന്ന കോളേജായും ആശുപത്രിയായും സ്കൂളുകളായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിനായി സ്ഥാപിക്കുകയായിരുന്നു. പൊതുജനങ്ങളെ മാത്രം സംഘടിപ്പിച്ച് സാമൂഹ്യ സേവനത്തിന് ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഫാദർ ഗബ്രിയേലിന്റെ അത്യപൂർവമായ നേട്ടമായിരുന്നു. വിദ്യാഭ്യാസ വിചക്ഷണൻ, അധ്യാപകൻ, സംഘാടകൻ, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. ഇരിങ്ങാലക്കുട മങ്ങാടിക്കുന്നിൽ കോളേജ് കെട്ടിപ്പൊക്കിയ ഫാദർ ഗബ്രിയേൽ പിന്നീട് ചാലക്കുടി കാർമൽ സ്കൂളിന്റെ പിൻശക്തിയായി മാറി. തുടർന്നായിരുന്നു വിലങ്ങൻകുന്നിൽ അമല ക്യാൻസർ ഗവേഷണ കേന്ദ്രത്തിന് വിത്തുപാകിയത്. 1956 മുതൽ വിവിധ വർഷങ്ങളിൽ സർവകലാശാല സെന്ററുകളിലും സിൻഡിക്കേറ്റുകളിലും അച്ഛൻ പ്രവർത്തിച്ചു. CMI സഭ ദേവമാതാ പ്രൊവിൻഷ്യൽ എന്ന നിലയിലും ഫാദർ ഗബ്രിയേലിന്റെ ഭരണകാലഘട്ടം അവിസ്മരണീയമാക്കി. കടലുണ്ടിയിൽ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, കോഴിക്കോട്ട് ദീപ്തി ഭവൻ, ഇരിങ്ങാലക്കുട കാത്തലിക് സെന്റർ, ചിയാരം ഗലീലി, ചേതന മ്യൂസിക് അക്കാദമി എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. നിരവധി ബഹുമതികൾ ഫാദർ ഗബ്രിയേൽ അച്ഛനെ തേടിയെത്തി. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഒരു വൈദികന് രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചത്. ATM സേവനങ്ങളുടെ സൗജന്യം ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ തീരുമാനം ഭാഗികമായി പിൻവലിച്ചു. ജനരോഷം ശക്തമായതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ പുതിയ സർക്കുലർ ഇറക്കി. ജൂൺ 1 മുതൽ ATM സേവനത്തിന് 25 രൂപ വീതം ചുമത്താനുള്ള SBIയുടെ സർക്കുലറാണ് വിവാദമായത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ATM ശൃംഖലയുള്ള പൊതുമേഖലാ ബാങ്കിന്റെ നടപടി പകൽക്കൊള്ളയാണെന്ന ആക്ഷേപം വലിയ ചർച്ചയായി. രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വിവാദ സർക്കുലർ പിൻവലിക്കുകയാണെന്ന വിശദീകരണമാണ് ബാങ്ക് അധികൃതർ നൽകിയിട്ടുള്ളത്. മാസത്തിൽ 5 തവണ സൗജന്യ ATM സേവനം ലഭിക്കുമെന്നും അതിനുശേഷം 10 രൂപ വീതം ഈടാക്കുമെന്നുമാണ് പുതിയ വിശദീകരണം. ട്വിറ്ററിലൂടെയാണ് ബാങ്ക് വിശദീകരണം നൽകിയിട്ടുള്ളത്. അതേസമയം ചെക്ക് ബുക്കിനും മുഷിഞ്ഞ നോട്ടുകൾ മാറിയെടുക്കാനും ബാങ്ക് ഏർപ്പെടുത്തിയ സർവീസ് ചാർജുകൾ പിൻവലിക്കില്ല. 50 ലീഫുള്ള ചെക്ക് ബുക്കിന് 150 രൂപയും 25 ലീഫുള്ള ചെക്ക് ബുക്കിന് 75 രൂപയുമാണ് സർവീസ് ചാർജ്. 3-ലധികം തവണ പണം നിക്ഷേപിച്ചാൽ ഇനി മുതൽ 50 രൂപ സർവീസ് ചാർജ് നൽകണം. മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ 100 രൂപ പിഴ ഈടാക്കുമെന്ന് നേരത്തെ ഉത്തരവിറങ്ങിയിരുന്നു. SBIയുടെ ATM സേവനം സംബന്ധിച്ച പുതിയ നടപടിക്കെതിരെ രാജ്യവ്യാപക ജനരോഷം ഉയർന്നു കഴിഞ്ഞു. ജനങ്ങളെ പകൽക്കൊള്ള നടത്തുന്ന നടപടി പിൻവലിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. 25 രൂപ എടുക്കുക, 5 രൂപ പോലും എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ പുറത്തുള്ള രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെയല്ലേ, അവിടെ ഫ്രീ സർവീസാണ് അതൊക്കെ. അതുപോലെ നമ്മളവിടെ ചെയ്തു തരണ്ടേ? ദാറ്റ്സ് ഔട്ട്റേജിയസ്. നടക്കില്ലാതെ നടക്കാൻ സമ്മതിക്കില്ല. എന്നെ ഫസ്റ്റ് ഡെബിറ്റ് ചെയ്ത് അന്ന് എൻ്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യും. എൻ്റെ കോൺടാക്റ്റിൽ 5-6 അക്കൗണ്ട്സ് വേറെ ഉണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ എല്ലാവരും ക്യാൻസൽ ചെയ്യും. പൊതുജനങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള പരാതികളും കഷ്ടതകളും ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണിത്. അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ച് അത് ഒരു കൊള്ളയടിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് പതിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് ഇത്ര പൈസ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരെ വെച്ച് തീർച്ചയായിട്ടും ഒരു ട്രാൻസാക്ഷൻ 25 രൂപ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ. സാധാരണക്കാരെ ഭയങ്കരമായിട്ട് ബാധിക്കും. ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഗവൺമെൻറ്, SBI ബാങ്കും കൊള്ളയടിക്കന്നെ. ബാങ്ക് ത്രൂ ആക്കിയത് നല്ല കാര്യമാണ്. അഴിമതി കുറയുക അതിൻ്റെ മുകളിൽ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറേയും കൂടെ കംഫർട്ടബിളും കൺവീനിയൻ്റ് ആക്കി മാറ്റണം പബ്ലിക്കിന് വേണ്ടിയിട്ട്. അതും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ് ടു എൻഷുവർ. ഒപ്പം റിസർവ് ബാങ്കിനും സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിസർവ് ബാങ്ക് ഹാസ് ടു എൻഷുവർ ദാറ്റ്.
അത് ഇതേവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പുറമെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഫസ്റ്റ് മുതൽ അങ്ങോട്ട് എവരി ട്രാൻസാക്ഷൻ 25 rupees ചാർജ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ട്റേജിയസ്. പിടിച്ച് പറയുന്ന പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ ഹൈവേ റോബറി എന്ന് പറയാം ആ മട്ടിലില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ക്യാൻസൽ ചെയ്യുക, അതില്ലാത്ത എവിടെ വെച്ചാൽ അവിടെ ഓപ്പൺ ചെയ്യുക. നാളെ അവിടെയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ കാലം ചെയ്യുന്ന പോലെ കിടക്കടെ വീട്ടിൽ വയ്ക്കും കാശ്. സാധാരണക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ബാക്ക് പരിശോധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിക്ക് ഇതിൽ ഇടപെടുമെന്ന് വിചാരിക്കുന്നു. സർവീസ് ചാർജ് ഈടാക്കാൻ പാടില്ല ശരിക്കും. ടെല്ലറിലൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു ബാങ്ക് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ആക്കുമല്ലോ. അപ്പോൾ അത് ജനങ്ങളെ കൂടുതൽ ബാധിക്കും. ഞാൻ 10,000 ക്ലീൻ ചെയ്ത് നോക്കി, 10,000 കിട്ടിയില്ല. ദ എമൗണ്ട് യു ഹാവ് റിക്വസ്റ്റഡ് ഇസ് നോട്ട് അവൈലബിൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 8,000 അടിച്ചു നോക്കി, ചേഞ്ച് ഇല്ലാണ്ട് കിട്ടിയില്ല. 5,000 അടിച്ചു, 4,000 അടിച്ചു, 2,000 അടിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിനവർ ഓരോ അറ്റംപ്റ്റിനും ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം കൊണ്ട് മാത്രമേ, ഇപ്പോൾ ഈ വട്ടം മാത്രമേ എന്നെ 200 രൂപ ചാർജ് ചെയ്യേണ്ടി വരും. ATM സേവനത്തിലെ സൗജന്യം ഒഴിവാക്കാനുള്ള സ്റ്റേറ്റ് ബാങ്കിന്റെ നടപടിക്കെതിരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. തൃശൂർ നടുവിലാൽ SBI ബ്രാഞ്ചിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ കൌൺസിലറായ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരായ സുനിൽ ലാലൂർ, പ്രഭുദാസ്, VS ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. 13-കാരിയും പട്ടികജാതിക്കാരിയുമായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ പാസ്റ്റർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. പീച്ചി തെക്കേപ്പായിക്കണ്ടം സാൽവേഷൻ ആർമി ചർച്ചിലെ പാസ്റ്ററായിരുന്ന കോട്ടയം സ്വദേശി സനിൽ K. ജെയിംസിനെയാണ് കുറ്റക്കാരനാണെന്ന് തൃശൂർ പോക്സോ സ്പെഷ്യൽ സെഷൻസ് കോടതി ഇൻചാർജ് നിക്സൺ M. ജോസഫ് കണ്ടെത്തിയത്. പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ കൌൺസിലറായ ടീച്ചറോടാണ് പീഡനവിവരം ആദ്യം പറഞ്ഞത്. തുടർന്ന് സ്കൂൾ കൌൺസിലർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖാന്തരം പീച്ചി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 13-കാരി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ 2013 മുതൽ 2015 വരെയുള്ള കാലയളവിൽ വിവിധ സമയങ്ങളിൽ പീച്ചിയിലുള്ള സാൽവേഷൻ ആർമി ചർച്ചിൻ്റെ ചർച്ച് ഹാളിലും പ്രതിയുടെ ഔദ്യോഗിക വീട്ടിലും വെച്ച് ഒന്നിൽ കൂടുതൽ തവണ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച കേസിൽ പ്രതി സനൽ K. ജെയിംസ് കുറ്റക്കാരനാണെന്ന് ഇന്ന് തൃശൂർ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജിയുടെ ചാർജ് വഹിക്കുന്ന സെഷൻസ് ജഡ്ജി നിക്സൺ M. ജോസഫ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 2013-2015 കാലഘട്ടത്തിൽ ഈ കേസിലെ ഇരയായ പെൺകുട്ടിയുടെ കൂട്ടുകാരിയും സഹപാഠിയുമായ മറ്റൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് പീച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സനലിനെ 40 വർഷം കഠിന തടവിന് ശിക്ഷിച്ചതിനെ തുടർന്ന് വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. 13-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വിചാരണ പൂർത്തിയായത് ഇപ്പോൾ മാത്രമാണ്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പയസ് മാത്യു ഹാജരായി. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന കർശനമാക്കി. ഇരുചക്ര വാഹന യാത്രക്കാരെ അപകടത്തിലാക്കുന്ന തരത്തിൽ അമിതവേഗത്തിൽ ഓടിച്ച 210 ബസ്സുകൾക്കെതിരെ പോലീസ് നടപടികൾ സ്വീകരിച്ചു. 78,000 രൂപ പിഴ ഈടാക്കിയതായി റൂറൽ SP അറിയിച്ചു. റോഡിൽ ബസ്സുകളുടെ കൊലവിളിയുടെ ഉദാഹരണമായി കലാമണ്ഡലം ഹേമലതയും കുടുംബവും. ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഈ കുടുംബം. കഴിഞ്ഞ വ്യാഴാഴ്ച മൂവാറ്റുപുഴയിലാണ് കലാമണ്ഡലം ഗിന്നസ് ഹേമലത സഞ്ചരിച്ചിരുന്ന കാറിൽ KSRTC ബസ്സിടിച്ചത്. പാലായിൽ പഠിക്കുന്ന മകനെ കാണാൻ ഭർത്താവ് ജയനോടൊപ്പം പോവുകയായിരുന്നു ഹേമലത. ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത KSRTC ബസ് കാറിലിടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ കാർ ഇടിച്ചു നീക്കി ഡ്രൈവർ ബസ്സെടുത്ത് പോവുകയാണുണ്ടായതെന്ന് ഹേമലത പറയുന്നു. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ടാണെന്ന് നടുക്കത്തോടെ ഇവർ ഓർക്കുന്നു. ഇത് ശോഭ സിറ്റിയിൽ നടന്ന ഇൻസിഡൻറ്റിൻ്റെ അതേ സമാനമായ രൂപമായിരുന്നു. ഞങ്ങൾക്ക് ഒരു മരണത്തെ മുന്നിൽ കണ്ട പ്രതീതിയായിരുന്നു. ഞങ്ങൾ ബഹളം വെച്ചു. ഞങ്ങൾക്ക് കാറിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, സീറ്റ് ബെൽറ്റ് ഇടാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാറിൽ കയറി ഇരുന്ന വഴിക്കാണ് ഇടി വരുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പുനലൂർ ഡിപ്പോയിലെ ഡ്രൈവറായ KS അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടിയുമുണ്ടായേക്കും. എന്നാൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോഴും റോഡിൽ ബസ്സുകളുടെ കൊലവിളിക്ക് മാറ്റമുണ്ടാവുന്നില്ല. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചും അമിതവേഗത്തിലും ബസ്സുകളുടെ പാച്ചിലിന് കടിഞ്ഞാനിടാൻ മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ ആവുന്നില്ല. സ്വകാര്യ ബസ്സുകളും KSRTCയും നിരത്തിൽ ജീവന് വെല്ലുവിളിയാവുകയാണ്. തൃശൂരിൽ നിന്ന് കോഴിക്കോട് പാലക്കാട് റൂട്ടുകളിലെ ബസ്സുകളുടെ പാച്ചിൽ തകർത്തത് നിരവധി കുടുംബങ്ങളെയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്ന് ഹേമലതയും ജയനും പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ഇവർ പരാതി നൽകിയിട്ടുമുണ്ട്. TCV തൃശൂർ.
സാഹിത്യത്തിന് പണ്ടുണ്ടായിരുന്ന പ്രാധാന്യം ഇന്ന് ലഭിക്കുന്നില്ലെന്നും സാഹിത്യം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രൊഫസർ M.K. സാനു പറഞ്ഞു. വൈലോപ്പിള്ളി സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ വൈലോപ്പിള്ളി ജയന്തി പുരസ്കാരം തൃശൂരിൽ ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ സമ്മേളനങ്ങളും തർക്കങ്ങളും സംവാദങ്ങളും ഇന്ന് നടക്കുന്നില്ല. സാഹിത്യാസ്വാദനവും സാഹിത്യത്തോട് ബഹുമാനവും ഇല്ലാത്തത് അപകടകരവും മനുഷ്യത്വമില്ലായ്മയുമാണ്. ധർമ്മക്ഷയം മൂലം മനുഷ്യൻ മൃഗമായി മാറാൻ തുടങ്ങിയെന്നും M.K. സാനു കൂട്ടിച്ചേർത്തു. സമിതി പ്രസിഡന്റ് T.K. അച്യുതൻ പുരസ്കാരം സമ്മാനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് നിത്യ പി വിശ്വത്തെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, പ്രൊഫസർ S.K. വസന്തൻ, പ്രൊഫസർ K.P. ശങ്കരൻ, ഡോക്ടർ T. ശ്രീകുമാർ, C. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പാഞ്ഞാൾ പുലാശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത്. ഹോട്ടൽ പണിക്കാരനായ രാമചന്ദ്രൻ വ്യാഴാഴ്ച രാവിലെ ജോലിക്ക് പോകുന്നതിനിടെ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് മുകളിൽ വെച്ചായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഷൊർണൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തി. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ടെമ്പോ ഇടിച്ച് വയോധികൻ മരിച്ചു. പുതുക്കാട് മണ്ടത്തറ 80 വയസ്സുള്ള സുധർമ്മനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഭാര്യയെ ചികിത്സയ്ക്ക് എത്തിച്ച ശേഷം റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് സുധർമ്മനെ വാഹനമിടിച്ചത്. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈകിട്ട് 4:00 മരിച്ചു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. നിരോധിച്ച കറൻസി നോട്ടുകളുമായി പുതുക്കാട് എത്തിയ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങി. റൂറൽ SP N. വിജയകുമാറാണ് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 78 ലക്ഷം രൂപയുടെ നിരോധിച്ച കറൻസി നോട്ടുകൾ പുതുക്കാട് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ ആറാട്ടുപുഴയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ മറ്റൊരു സംഘം കാർ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഇതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ നിരോധിച്ച കറൻസി നോട്ടുകൾ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് നോട്ടുമായി എത്തിയ സംഘത്തെ പോലീസ് പിടികൂടിയെങ്കിലും കാർ തടഞ്ഞ് ആക്രമണം നടത്തിയ സംഘത്തെ പിടികൂടിയിരുന്നില്ല. സംഭവത്തിൽ കൂടുതൽ ദുരൂഹതകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് തുടരന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി റൂറൽ SP ഉത്തരവിറക്കിയത്. കൊടുങ്ങല്ലൂർ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. ഏറിയാട് പഞ്ചായത്തിലെ അറപ്പ, എടവിലങ്ങ്, പുതിയ റോഡ് എന്നിവിടങ്ങളിലാണ് കടലേറ്റം അനുഭവപ്പെടുന്നത്. പുതിയ റോഡ് കടപ്പുറത്ത് കടൽഭീതി കടന്നെത്തിയ തിരമാല ജനവാസ പ്രദേശങ്ങൾ വെള്ളത്തിലാക്കി. കടലിനോടടുത്ത നിരവധി വീടുകൾ ഇവിടെ വേലിയേറ്റ ഭീഷണി നേരിടുകയാണ്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഈ പ്രദേശങ്ങളിൽ കടൽക്ഷോഭം ആരംഭിച്ചത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരയടങ്ങിയെങ്കിലും വൈകാതെ വീണ്ടും വേലിയേറ്റമുണ്ടായി. എറിയാട് അറപ്പ പ്രദേശത്ത് കടൽഭിത്തിയും കടന്ന് കരയിലേക്ക് തിരമാല ആഞ്ഞടിക്കുകയാണ്. കടലേറ്റം തുടങ്ങിയതോടെ തീരദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ്. പുത്തൂർ കൈനൂരിൽ കിണറ്റിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലറ വീട്ടിൽ ബാലൻ ഭാര്യ 71 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഉള്ളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തിരുവത്ര അത്താണിയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികളായ എറിക്സൺ, ശരത്, സംഗീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30-നാണ് സംഭവം. വയനാട് നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന കാർ എറണാകുളത്ത് നിന്ന് വന്നിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരിൽ എറിക്സനെ മുതുവട്ടൂർ രാജ ആശുപത്രിയിലും സാരമായി പരിക്കേറ്റ ശരത്, സംഗീത് എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അകലാട് നബവി പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും ലൈഫ് കെയർ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. നെഞ്ചുവേദനയെ തുടർന്ന് ബസ് ഡ്രൈവർ മരിച്ചു. തിരുത്തിപ്പറമ്പ് ചെല്ലാരി വീട്ടിൽ 56 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. കേച്ചേരി റൂട്ടിലോടുന്ന സെന്റ് ജോസഫ് എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് മോഹനൻ. വ്യാഴാഴ്ച രാവിലെ ഫസ്റ്റ് ട്രിപ്പിനായി ഓട്ടുപാറയിലേക്ക് ബസ് ഓടിച്ചു പോകുന്നതിനിടെ വടക്കാഞ്ചേരിയിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഓട്ടുപാറ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ വസന്തോത്സവം തുടരുന്നു. 2ാം ദിനമായ വ്യാഴാഴ്ച പ്രശസ്ത സംഗീതജ്ഞ S. മഹദിയുടെ സംഗീത കച്ചേരി അരങ്ങേറി. ഡോക്ടർ K.V. കൃഷ്ണ വയലിനിലും ബദ്രി സതീഷ് കുമാർ മൃദംഗത്തിലും വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടത്തിലും പക്കമേളമൊരുക്കി. നിരവധി പേർ സംഗീത കച്ചേരി ആസ്വദിക്കാൻ എത്തിയിരുന്നു. വെള്ളിയാഴ്ച മധു ബാലകൃഷ്ണന്റെ ഭക്തി ഗാനതരംഗിണി അരങ്ങേറും. ദിവസവും വൈകിട്ട് 6:30-നാണ് സീതാരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ സംഗീത കച്ചേരികൾ അരങ്ങേറുന്നത്. കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സുമാണ് 9 ദിവസം നീളുന്ന വസന്തോത്സവ പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 16-കാരൻ മരിച്ചു. മുള്ളൂർക്കര പുത്തൻപീടികയിൽ ഫവാസാണ് മരിച്ചത്. തൃശൂർ പൂരം ദിവസം മുള്ളൂർക്കരയിൽ വെച്ചുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫവാസിനെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ വളരെ സാഹസികമായാണ് പൂരത്തിരക്കുകൾക്കിടയിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ചാലക്കുടി അയ്യമ്പുഴ മുന്നൂർപ്പുഴയിൽ
പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തോട്ടക്കര ജോണിയുടെ മകൾ 19 വയസ്സുള്ള ജീനയാണ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഈ മാസം 5-നായിരുന്നു വീട്ടിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് അപകടം സംഭവിച്ചത്. മുറ്റത്ത് മണ്ണെണ്ണയൊഴിച്ച് ചവർ കത്തിക്കുമ്പോൾ വസ്ത്രത്തിൽ തീപിടിക്കുകയായിരുന്നു. ചാലക്കുടി SH കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ജീന. ദേശീയപാത കൊമ്പഴയിൽ ഡ്രൈനേജ് കുഴിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികളായ അമൽ, നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അമലിനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിൽ വിനോദയാത്രയ്ക്ക് ഇറങ്ങിയതാണ് 2-അംഗ സംഘം. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റ് കുഴിയിൽ കിടന്നിരുന്ന യുവാക്കളെ പീച്ചി പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വിയൂർ ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടി. ഒരാളുടെ പല്ല് അടിച്ചുകൊഴിച്ചു. ജയിലിൽ D ബ്ലോക്കിലെ 3 തടവുകാർ തമ്മിലാണ് അടി നടന്നത്. തടവുകാരായ അയ്യപ്പൻ, ഇഗ്നൽ, അക്ബർ എന്നിവർ ചേർന്ന് ഷെൽവാൻ എന്ന തടവുകാരന്റെ പല്ല് അടിച്ചുകൊഴിക്കുകയായിരുന്നു. ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിയൂർ പോലീസ് കേസെടുത്തു. വനവിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായി സന്ദർശകരെ വിരുന്നൂട്ടുന്ന തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ വനഗവേഷണ കേന്ദ്രത്തിന്റെ പവലിയൻ ശ്രദ്ധേയമാകുന്നു. പൂരങ്ങളുടെ പൂരം കൊടിയിറങ്ങിയെങ്കിലും പൂരം പ്രദർശന നഗരിയിലേക്കുള്ള ജനപ്രവാഹം ഇടതടവില്ലാതെ തുടരുകയാണ്. പ്രദർശന നഗരിയിലെത്തുന്ന ജനങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന പവലിയനുകളിലൊന്നാണ് കേരള വനഗവേഷണ കേന്ദ്രത്തിൻ്റേത്. വനവിഭവങ്ങളും വനവിഭവങ്ങൾ കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളും മുളയും മുള ഉൽപ്പന്നങ്ങളുമെല്ലാമായി ഏറെ ആകർഷകമായ രീതിയിൽ തന്നെയാണ് പവലിയൻ ഒരുക്കിയിട്ടുള്ളത്. വന്യജീവികളടക്കമുള്ള വനമാതൃകയും പൂമ്പാറ്റ മുതൽ പാമ്പ് വരെയുള്ള അപൂർവ ഇനം ജീവികളുടെ പ്രദർശനവും പവലിയന്റെ പ്രത്യേകതയാണ്. ഇവയ്ക്കെല്ലാം പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുളയിലും മറ്റുമായി നിർമ്മിച്ച വിവിധ തരത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും പവലിയനെ സജീവമാക്കുന്നുണ്ട്. മുളക്കത്തൻ, പൂക്കുട്ടകൾ, മുളയിലും ചിരട്ടയിലും നിർമ്മിച്ച പൊട്ടുകുറ്റികൾ, ചിരട്ട കൊണ്ടും മുള കൊണ്ടുമുള്ള കൈലുകൾ, ചൂരൽക്കുട്ടകൾ, മുളലൈറ്റുകൾ തുടങ്ങി ആരെയും ആകർഷിക്കുന്ന വനവിഭവങ്ങളാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രദർശന നഗരിയെ വ്യത്യസ്തമാക്കുന്നത്. വർഷങ്ങളായി KFRI ഇവിടെ പൂരനഗറിൽ സ്റ്റാള് നടത്താറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും വെച്ചുകൊണ്ടിട്ടുള്ള പരിപാടി നടക്കുന്നത്. സാധാരണ നമുക്ക് കാണാത്ത കൊട്ടകൾ, ചെറിയ ചെറിയ കൊട്ടകൾ, വിവിധ തരം മുള ഷെയ്ഡുകളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. തീർത്തും ഹരിതശോഭ പകർന്നു നിൽക്കുന്ന പവലിയനിൽ മുളക്കത്തണിന്റെ ഗുണങ്ങളും മറ്റും മനസ്സിലാക്കുന്ന ലഘുലേഖയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പീച്ചി വനഗവേഷണ കേന്ദ്രം ട്രെയിനിംഗ് വിഭാഗം മേധാവി മുഹമ്മദ് കുഞ്ഞിന്റെ നേതൃത്വത്തിലാണ് പവലിയന്റെ പ്രവർത്തനങ്ങൾ. പൂരം പ്രദർശനം അവസാന വാരത്തിലേക്ക് കടക്കുമ്പോഴും വനഗവേഷണ പവലിയൻ സന്ദർശിക്കാനും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമായി നിരവധി പേരാണ് എത്തുന്നത്. TCV തൃശൂർ. കുട്ടികളെ നഷ്ടമായ അമ്മമാരുടെ വിലാപങ്ങൾ ഏറിവരുന്ന ഈ കാലത്ത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന് സമകാലീന ആവിഷ്കാരമൊരുങ്ങുന്നു. പൂതപ്പാട്ടിലെ വർത്തമാനം എന്ന പേരിലാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിനെ പുത്തൻ രംഗഭാഷ്യമൊരുക്കുന്നത്. തൃശൂർ രംഗചേതന നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ തുടർന്നു വരുന്ന കുട്ടികൾക്കായുള്ള നാടക ക്യാമ്പിലാണ് പുതിയ കാലത്തിന്റെ പൂതം രംഗവേദിയിലെത്തുക. കളിവെട്ടം എന്ന പേരിൽ തുടർച്ചയായി 33-ാം വർഷമാണ് രംഗചേതന കുട്ടികൾക്കായി സൗജന്യ നാടക പരിശീലനം ഒരുക്കുന്നത്. ക്യാമ്പിലെ 60ഓളം കുട്ടികൾ ചേർന്നാണ് പൂതപ്പാട്ട് അരങ്ങിലെത്തിക്കുന്നത്. പുതിയ കാലത്തിന്റെ വർത്തമാനങ്ങളിലൂടെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിനെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നാടകരചയിതാവും പരിശീലകനുമായ KV ഗണേഷ് പറയുന്നു. നമ്മളാരും വാസ്തവത്തിൽ ഭൂതങ്ങളല്ല, പക്ഷെ നമുക്കിടയിൽ തന്നെ ധാരാളം ഭൂതങ്ങളെ ഇന്ന് കാണാം. അത്തരത്തിലുള്ള ഭൂതങ്ങളാൽ കവർന്നെടുക്കപ്പെടുന്ന കുട്ടികൾ പല സാഹചര്യങ്ങളിലുണ്ട്. പണ്ട് ഇടശ്ശേരി എത്രയോ ജെന്റിലായിട്ടുള്ളൊരു ഭൂതത്തെയാണ് നമുക്ക് കാണിച്ചു തന്നത്. വിലാപങ്ങൾ അറിയുന്ന, അല്ലെങ്കിൽ കണ്ണുനീർ കാണുന്ന, സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറി, കഥ മാറി എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് പുതിയ പൂതപ്പാട്ടിൻ്റെ രംഗഭാഷ നമ്മൾ കുട്ടികളുടെ ഈ നാടകവേദിയിൽ ഒരുക്കുന്നത്. അമ്മയുടെ ആകുലതയും സ്നേഹവും കണ്ട് കുട്ടിയെ തിരികെ നൽകി മടങ്ങുന്ന ഇടശ്ശേരിയുടെ പൂതത്തിനെ പാഠഭേദമായി ഒരുക്കുന്ന പൂതപ്പാട്ടിലെ വർത്തമാനം നാടക ക്യാമ്പിന്റെ സമാപന ദിനമായ 14-ാം തീയതി വൈകിട്ട് റീജിയണൽ തിയേറ്റർ അങ്കണത്തിലാണ് അരങ്ങേറുക. TCV ന്യൂസ് തൃശൂർ.
ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം തിരുവുത്സവം 5ാം നാൾ പിന്നിട്ടതോടെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. 5ാം ഉത്സവദിനമായ ഉത്സവ ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. തിരുവമ്പാടി ശിവസുന്ദറും അന്നമനട ഉമാമഹേശ്വരനും പറ്റാനകളായി. ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ശീവേലിക്ക് അകമ്പടിയായി. പെരുമ്പിലാവ് വട്ടമാവിൽ മധ്യവയസ്കനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വട്ടമാവ് നൂറുപറമ്പിൽ വീട്ടിൽ പരേതനായ മാട മകൻ കുഞ്ഞുമോൻ എന്ന വേലായുധനാണ് മരിച്ചത്. രാവിലെ റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ശരീരത്തിന്റെ പുറകിലും തലയിലും മുറിവുള്ളതിനാൽ വാഹനമിടിച്ചാണ് മരിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലെ യു ഡി ക്ലർക്ക് ES അജിത് കുമാറിനെ അന്വേഷണ വിധേയമായി റവന്യൂ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തു. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ യു ഡി ക്ലർക്ക് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. എരുമപ്പെട്ടി മുട്ടിക്കലിലെ കരിങ്കൽ ക്വാറിയിൽ തൊഴിലാളി മരിച്ച സംഭവം ജാക്ക് ഹാമർ ട്രാക്ടർ വാഹനമിടിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി. വടക്കാഞ്ചേരി കരുമത്ര എലിക്കോട്ടിൽ രാമു എന്ന് വിളിക്കുന്ന 62 വയസ്സുള്ള ദാമോദരനാണ് ജാക്ക് ഹാമർ ട്രാക്ടർ ശരീരത്തിൽ കയറി മരിച്ചത്. കരിങ്കൽ ക്വാറി തൊഴിലാളിയായ ദാമോദരൻ ട്രാക്ടറിന് മുകളിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അബദ്ധത്തിൽ വാഹനത്തിനടിയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് കരിങ്കൽ ക്വാറിയുടെ നടത്തിപ്പുകാരും ജീവനക്കാരും പോലീസിന് ആദ്യം മൊഴി നൽകിയിരുന്നത്. എന്നാൽ ക്വാറിയിലേക്കുള്ള വഴിയരികിൽ നിന്നിരുന്ന ദാമോദരനെ ജാക്ക് ഹാമർ ട്രാക്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് തൃശൂർ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ട്രാക്ടർ ഓടിച്ചിരുന്ന കരിമത്ര പാറപ്പുറം കോണിക്കൽ കുഞ്ഞുമോൻ എന്ന ബേബിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃതമായി കരിങ്കൽ ക്വാറി നടത്തിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വസ്ത്രവിപണന രംഗത്തെ പ്രശസ്തരായ കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് രംഗത്തേക്കും. കൊച്ചിയിലെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. കല്യാൺ സിൽക്സ് കൊച്ചി ഷോറൂമിലെ 6-7 നിലകളിലായാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9-ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചി കോർപ്പറേഷൻ നികുതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KVP കൃഷ്ണകുമാർ മുഖ്യ അതിഥിയാകും. സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കല്യാൺ സിൽക്സ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പുത്തൂരിൽ പയ്യപ്പള്ളി മൂലയിൽ വീടിന് മുകളിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലിന് തീപിടിച്ചു. പാണാഞ്ചേരി രാധാകൃഷ്ണന്റെ വീടിന് മുകളിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലിനാണ് തീപിടിച്ചത്. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ 48 മണിക്കൂർ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം KSKTU സംസ്ഥാന സെക്രട്ടറി NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി, പ്രസിഡന്റ് P തങ്കം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പുല്ലഴി പോസ്റ്റ് ഓഫീസിൽ പണമടയ്ക്കാനെത്തിയ വീട്ടമ്മയിൽ നിന്ന് 40,000 രൂപ നഷ്ടപ്പെട്ടതായി പരാതി. മഹിളാ പ്രധാൻ ഏജന്റായ എൽത്തുരുത്ത് കളപ്പുരയ്ക്കൽ സുനതിയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുക അടയ്ക്കാൻ പോസ്റ്റ് ഓഫീസിൽ എത്തിയതായിരുന്നു അവർ. വലിയ തിരക്കുണ്ടായിരുന്ന സമയത്താണ് മേശപ്പുറത്ത് വെച്ച് പണമടങ്ങിയ ബാഗ് കാണാതായത്. അയ്യന്തോൾ പോലീസിൽ പരാതി നൽകി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന തമിഴ്നാട് സ്വദേശിയെ പുതുക്കാട് പോലീസ് പിടികൂടി. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശി രംഗസ്വാമിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 240 പാക്കറ്റ് ഹാൻഡ്സ് പോലീസ് കണ്ടെടുത്തു. അളഗപ്പനഗർ എരിപ്പോട് റോഡിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട രംഗസ്വാമിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ബാഗിൽ ഹാൻഡ്സ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് അഡീഷണൽ SI VS സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എടക്കളത്തൂരിൽ കഞ്ചാവുമായി യുവാവിനെ കോലടി എക്സൈസ് അറസ്റ്റ് ചെയ്തു. നിരവധി കഞ്ചാവ് കേസുകളിലെ പ്രതിയായ എടക്കളത്തൂർ സ്വദേശി തെക്കുംപുറത്ത് വീട്ടിൽ കാളിദാസിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ A രാധാകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർ AB പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണകുമാർ, TS സജി, ജെയിൻ, പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 6.5 കോടി രൂപയുടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം ബമ്പർ സമ്മാനം പ്രവാസിയായ തൃശൂർ സ്വദേശിനിക്ക്. അശ്വിനി ആശുപത്രി ചെയർമാൻ OP അച്യുതൻകുട്ടിയുടെ ഭാര്യ ശാന്തി അച്യുതൻകുട്ടിക്കാണ് സമ്മാനം ലഭിച്ചത്. ജോൺസൺ എടത്തിരുത്തിക്കാരൻ രചിച്ച ദേശസ്നേഹിയുടെ സൈനിക ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. മുൻ സ്പീക്കറും CPM ജില്ലാ സെക്രട്ടറിയുമായ K രാധാകൃഷ്ണൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കവി ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൌൺസിലർമാരായ ED ജോണി, അനൂപ് കരിപ്പാൽ, തൃശൂർ ഓപ്പൺ ഫോറം കൺവീനർ KS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
ചാലക്കുടി നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. മാസങ്ങളോളം ഉപയോഗിച്ച എണ്ണ, ദിവസങ്ങളോളം പഴക്കമുള്ള വിവിധതരം ഇറച്ചി, വിവിധതരം കറികൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. നഗരസഭ നിരോധിച്ച 5 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളും ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ ജോജുവിന്റെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രവീന്ദ്രൻ, രാകേഷ്, റോബോട്ട് എന്നിവരാണ് പരിശോധന നടത്തിയത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അമല മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടർ പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ CMI അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ്. വിട പറഞ്ഞത് ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിലയേറിയ സംഭാവനകൾ നൽകിയ കർമ്മയോഗി. ജനരോഷമുയർന്നപ്പോൾ സർവീസ് ചാർജ് ഈടാക്കാനുള്ള തീരുമാനം SBI ഭാഗികമായി പിൻവലിച്ചു. 5 ATM സേവനങ്ങൾക്ക് മാത്രം സൗജന്യം നിലനിർത്തി. മറ്റിടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കും. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ പാസ്റ്റർ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി കണ്ടെത്തി. പ്രതിക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ജീവന് ഭീഷണിയായി. അമിതവേഗം നിയന്ത്രിക്കാൻ പോലീസ് കർശന പരിശോധന തുടങ്ങി. സാഹിത്യത്തിന് പണ്ടുണ്ടായിരുന്ന പ്രാധാന്യം ഇന്ന് ലഭിക്കുന്നില്ലെന്ന് പ്രൊഫസർ MK സാനു. ധർമ്മക്ഷയം മൂലം മനുഷ്യൻ മൃഗമായി മാറാൻ തുടങ്ങിയെന്നും MK സാനു. ചെറുതുരുത്തിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പുതുക്കാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ടെമ്പോ ഇടിച്ച് വയോധികൻ മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി, Joya Lucas.